കോതമംഗലം വിശുദ്ധ മർത്തമറിയം കത്തീഡ്രൽ വലിയ പള്ളിയിൽ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് ബാവ കാൽകഴുകൽ ശുശ്രൂഷ നിർവഹിക്കും. പെസഹ വ്യാഴാഴ്ച വൈകുന്നേരം 4-നാണ് ചടങ്ങ്. ഇതിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് പള്ളിയിൽ ഒരുക്കിയിട്ടുള്ളത്. കോതമംഗലം മർത്തമറിയം കത്തീഡ്രൽ വലിയ പള്ളിയിൽ 20 വർഷത്തിന് ശേഷമാണ് പെസഹ വ്യാഴാഴ്ച കാൽകഴുകൽ ശുശ്രൂഷ നടക്കുന്നത്. ഇതിനു മുൻപ് ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയാണ് ഈ ശുശ്രൂഷ നിർവഹിച്ചത്. ഇത്തവണ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ചുമതലയേറ്റ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് ബാവയാണ് ഈ ചടങ്ങിന് കാർമ്മികനാകുന്നത്. പുതിയ ദൗത്യം ഏറ്റെടുത്ത ശേഷം ജോസഫ് പ്രഥമൻ ബാവയുടെ ആദ്യ കാൽകഴുകൽ ശുശ്രൂഷ കൂടിയാണിത്. ഒരു ചരിത്ര സംഭവമാണിതെന്ന് ഏലിയാസ് മാർ യൂലിയോസ് മെത്രോപൊലീത്ത GTV ന്യൂസിനോട് പറഞ്ഞു. മനുഷ്യന്റെ പാദമാണ് ഏറ്റവും അഴുക്കും ചെളിയും പൊരുളുന്ന ഒരിടം. മനുഷ്യന്റെ പാദം സ്പർശിച്ചുകൊണ്ട് അത് തുവർത്തുക, കഴുകുക എന്നുള്ളത് ദാസന്മാർ ചെയ്യുന്ന ഹീനമായൊരു കാര്യമായി പരിഗണിച്ചിരുന്നത് ഒരു വിശുദ്ധ കർമ്മമായിട്ട് മാറ്റിയത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൻ്റെ അനുഗ്രഹീതമായ പിൻതലമുറയിൽ നിന്നുകൊണ്ട് പരിശുദ്ധ സഭയിൽ ശ്രേഷ്ഠ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് ഈ കാര്യം നിർവഹിക്കപ്പെടുമ്പോൾ സാക്ഷികളാകുവാനും ഒരുമിച്ച് പ്രാർത്ഥിപ്പാനും വേണ്ടി സഭാമക്കളായ നിങ്ങളെവിടെയും സാന്നിധ്യം വളരെയേറെ വിലപ്പെട്ടതാണ്. മനുഷ്യൻ്റെ എല്ലാവരുടെയും പാദങ്ങൾ സ്പർശിക്കുവാനല്ല, നേരെ മറിച്ച് സഭ മുഴുവൻ്റെയും ശുശ്രൂഷകനാണെന്നുള്ള വെളിപ്പെടുത്തലാണ് ഈ ഒരു കർമ്മത്തിലൂടെ വെളിവാക്കപ്പെടുന്നത്. വൈകുന്നേരം 4-നാണ് കാൽകഴുകൽ ശുശ്രൂഷ. ഏലിയാസ് മാർ യൂലിയോസ് മെത്രോപൊലീത്തയും മറ്റ് മെത്രോപൊലീത്തമാരും ശ്രേഷ്ഠ ബാവയുടെ സഹകാർമ്മികരാകും. ചടങ്ങിന് വിപുലമായ ഒരുക്കങ്ങളാണ് പള്ളിയിൽ നടത്തിയിട്ടുള്ളത്. വികാരി ഫാദർ മാത്യൂസ് പുൽപ്പറമ്പിൽ, സഹവികാരിമാരായ ഫാദർ എൽദോസ് പുൽപ്പറമ്പിൽ, ഫാദർ സിബി ഇടപ്പൊളവൻ, ട്രസ്റ്റിമാരായ JUC വർഗീസ്, KJ എൽദോസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ നടത്തിയത്. GTV ന്യൂസ്, കോതമംഗലം.